ഞാൻ തിരിയണോ? എന്റെ പേര് നവാസ്. ഞാൻ തന്നെ പറയാം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ? ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് വേറൊരു വ്ളോഗുമായിട്ട് വന്നതാണേ. മസ്കറ്റിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞങ്ങൾ മത്ര വരെ ഒന്ന് പോവുകയാണേ. കഴിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ ആ കേട്ടത് കാറ്റടിക്കുന്ന സൗണ്ടാണേ. നമ്മൾ വണ്ടീൻ്റെ വിൻഡോ താത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്ന സൗണ്ടാണ് കേൾക്കുക. ഇവിടെ ഭയങ്കര സ്പീഡിലാണല്ലോ വണ്ടിയൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ മത്രയിലെത്തിയേ. ഇത് നമ്മൾ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി 2 വട്ടം അവിടെ ചുറ്റി ലാസ്റ്റ് നമ്മൾ ഈ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണേ. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണം. 1 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ നടന്നിട്ടാണ് ഇനി പോവേണ്ടത്. അപ്പം നമ്മൾ നടന്ന് ഇങ്ങ് എത്തി കേട്ടോ. ഇതാ കാണുന്ന ഷിപ്പില്ലേ, അത് ഇവിടുത്തെ സുൽത്താൻ്റെ ഷിപ്പാണേ. എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ ഒട്ടുമിക്ക ദിവസം ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് അവിടെ തന്നെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അങ്ങ് ദൂരെ നടന്നെത്തണം. കാരണം ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ അങ്ങ് അവിടേക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്നും വീട്ടിൽ തന്നെയല്ലേ, റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്തിറങ്ങണ്ടേ. ഇവർക്ക് ലീവ് കിട്ടുന്ന സമയത്തല്ലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. മക്കൾക്ക് പാർക്കിലൊന്ന് കളിക്കാനും പിന്നെ എന്നും വീട്ടിലെ ഫുഡ് തന്നെ കഴിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരു നേരം ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇറങ്ങിയത്. പറഞ്ഞോ വീഡിയോ ഉള്ളപ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം. നവാസ് വീഡിയോയ്ക്ക് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നോക്കുകയായിരുന്നേ. അതിൻ്റെ ഇടയിൽ അവനെ കളിയാക്കിയെന്നും അതുകൊണ്ട് അവൻ്റെ മൂഡ് പോയി എന്ന് പറഞ്ഞും കണ്ട് അവൻ പറഞ്ഞില്ല കേട്ടോ. അവനെ കളിയാക്കിയില്ലായിരുന്നെങ്കിൽ അവൻ എന്തായാലും പറഞ്ഞേനെ. എന്താ പുരാതന അത്ര കുറേശ്ശേ നോക്ക്. ഈ മത്രയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാട്ടോ. കാണാൻ നല്ല രസമാണ്. ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും. എപ്പോഴും തിരക്കായിരിക്കും. നമുക്ക് പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടുമൊന്നുമില്ല. പിന്നെ ഇവിടെ മത്ര സൂക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഒരു ദിവസം പോകുമ്പം വീഡിയോ എടുക്കാം. അവിടെ കുറേ കടകളാണ്. എവിടെയുള്ള സാധനങ്ങൾ വേണമെങ്കിലും അവിടെ കിട്ടും എന്നുള്ള രീതിയിലുള്ള കടകളാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റും തപ്പിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് ആ കടയിൽ പോയിട്ട് അവിടുത്തെ ഇത് മെനു നോക്കിയിട്ട് വരാം.
അവരപ്പുറം പോയിട്ട് റെസ്റ്റോറൻറ്റിൽ ഏതാ ഫുഡ് ഉള്ളതെന്നൊക്കെ അതിൻ്റെ മെനു നോക്കാൻ വേണ്ടി പോവുകയാണേ. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ മതിയല്ലോ, ഇവിടെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അപ്പുറത്തേക്ക് നടക്കണമല്ലോ. അപ്പോൾ അവർ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണേ. ഇപ്പൊ ആ കസേര കാണുമ്പോഴേ അതിനകത്ത് ഇരിക്കണം. അതാ ഡോറ് തുറക്കുന്നതിന്റെ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ബാക്കി പറയണ. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഹസ്ബൻഡിന്റെ മുതലാളിയാണ് ചിക്കു. എന്താ ഇത്? എന്താ കഴിക്കണേ? എല്ലാവരും ഇറങ്ങി പോകുന്നു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുവാണേ. കാരണം അവിടെ ഫുഡില്ല. ഫുഡ് ഇനി റെഡി ആക്കിയിട്ട് വേണം. ഹാഫ് ചിക്കനായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാഫ് ചിക്കൻ ഒന്ന് അവിടെ റെഡിയാണ്, ബാക്കിയുള്ളത് അവർ കോഴീനെയൊക്കെ വെട്ടി റെഡി ആക്കിയിട്ട് വേണം നമുക്ക് തരാൻ. അപ്പോൾ ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. ഇപ്പം തന്നെ രാത്രി കുറേ വൈകിയല്ലോ. അപ്പോൾ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിലേക്ക് നോക്കി പോവുക. നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ് ഇവിടേക്കാണ് കേട്ടോ പോകുന്നത്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ നമ്മൾ ഹാഫ് ചിക്കൻ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നവാസും അജുവും ഒക്കെ ഷവർമ്മയാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, റോൾ ഷവർമ്മ. ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവർ ഷവർമ്മ അത്രയ്ക്ക് പോരാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഹാഫ് ചിക്കൻ ആദ്യം കഴിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമായില്ല. പിന്നെ ചിക്കൻ കഴിച്ചപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വന്നേ. കഴിച്ച് പിന്നെ നമുക്കത് ഇഷ്ടമായി. പിന്നെ അവിടെ അമ്മ തരും. പിന്നെ അവിടെ നമുക്ക് മയോണൈസ് ഒന്നും തന്നിരുന്നില്ല കേട്ടോ. മയോണൈസൊക്കെ പിന്നെ നമ്മൾ ചോദിച്ച് മേടിക്കുക ചെയ്തത്. 2,500 കേട്ടോ ഹാഫ് ചിക്കന്. പക്ഷെ നമ്മൾ റവാസ്കോയിൽ കഴിക്കുന്നതിൻ്റെ അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയേ. അപ്പം അജു നവാസും കൂടെ കാർ എടുക്കാൻ അങ്ങ് നടന്നു പോയിട്ടാണല്ലേ. 1.5 കിലോമീറ്ററോളം അങ്ങ് നടന്നിട്ട് വേണം കാർ എടുക്കാൻ. അപ്പോൾ നമ്മൾ ഫാമിലി ഇവിടെ നിന്നു കേട്ടോ, മക്കളെയും കൊണ്ട് പോകണ്ടേ. അപ്പോൾ അവർ കാർ എടുത്ത് വരാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ കാർ എടുത്തിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെ, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അമ്പാടിക്ക് ഇവിടെ സൈക്കിളൊക്കെ ഓടിക്കാമല്ലോ, നമുക്ക് കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ വന്നതാണേ. അപ്പോൾ അമ്പാടി ഇവിടെ നല്ലോണം എൻജോയ് ചെയ്തിന്. നവാസ് അങ്ങ് എത്തി തോന്നുന്നു. ഇങ്ങനത്തെ ജീൻസ് മേടിക്കരുത്. ഇവിടെയാണെങ്കിൽ ഇങ്ങനത്തെ ജീൻസ് എള്ളുതാനും. അമ്പാടി അങ്ങ് ഓടിച്ചു പോയിട്ടോ. ഇങ്ങനെ നീണ്ട സ്ഥലം അവന് ഇതുവരെ കിട്ടിയിട്ടില്ല സൈക്കിൾ ഓടിക്കാൻ. അപ്പം കിട്ടിയ സമയത്ത് അവൻ അവസരം മുതലാക്കിയിട്ടുണ്ട്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ഓടിച്ചങ്ങ് എത്തി. പാർക്കിൻ്റെ അങ്ങേ തലയ്ക്ക് എത്തിയപ്പോൾ അവിടെ ചെറിയൊരു പാർക്ക് പോലെ കാണുന്നുണ്ട്. കുട്ടിയൊക്കെ കളിക്കാനൊക്കെ ഉള്ള സംഗതികളൊക്കെ ആക്കിയിട്ട് അവനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വിട്ടിട്ടാണുള്ളത്. ആദ്യമായിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ അവൻ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത്. ഒരു പേടിയില്ല ആൾക്ക്. അങ്ങ് പോകുന്നുണ്ട്. എന്ത് വിചാരിച്ചാണോ പോകുന്നത്. പേടിയൊന്നുമില്ല.
നോക്കണേ ഈ സൈഡിൽ കൂടെയൊക്കെ അങ്ങോട്ട്. ഇടയ്ക്കുള്ളതിൽ വീഴാൻ ഇതോ കീഴിലൂടെ ഒക്കെ ഇങ്ങോട്ട് വരും. അതാക്കി പേടിയാന്ന്. അമ്പാടി ഇങ്ങോട്ട് വാ. ആടെ കിടന്ന് ഊരലാൻ നോക്കുന്നുണ്ട്. മേബി ഇങ്ങോട്ട് വാ. എടാ ഇത് ഇറക്കാണ്, അതിലാണ് പോകേണ്ടത്. അത് ഇതിനുള്ളിൽ കൂടി കയറി പോണം, എന്നിട്ട് അതിൽ കയറണം. എന്നാൽ ഇതാണ് മെയിൻ ഇത്. അങ്ങനല്ലടാ, ഇതില് കയറണം. ഇതിൽ കയറി ഇറക്കണം. ഇനിയിപ്പോ അങ്ങോട്ട് കയറണം അല്ലേ? നവാസ് അതിന്റെ മോള് കൂടെ എടാ വരുവാടാ അതിലൂടെ. വരുന്നുണ്ട് അതിലൂടെ. ഇരുത്താൻ ശരിയായില്ലെങ്കിൽ വരുന്നുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. നവാസ് അവിടെ തന്നെയാ. നവാസ് എവിടെ? മതിയില്ലേ? അവിടെ സൈക്കിൾ എവിടെയാ? അവനിഷ്ടായി. ഇതില്ലേ ഇതിന്റെ മേളിന്ന് വീണ് പോവൂലേ? സൈക്കിൾ ഓടിച്ച് പോവാ, വാവ എടുത്ത് പോവുക. അമ്പാടിക്ക് അവിടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആള് വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ സൈക്കിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞും കണ്ട് അങ്ങനെ അങ്ങ് കൂട്ടിയതാണേ. ഒരു പേടി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിൽ കയറി ഓടാനും അതിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് വരാനൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല ആൾക്ക്. മെല്ലെ 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 മുന്നോട്ട് നോക്കി ഓടിച്ചേ. അങ്ങനെ പാർക്കിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് റൂമിൽ നിന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നേ. അപ്പം അങ്ങോട്ടേക്കുള്ള പോക്കാണേ. നമ്മളിപ്പോൾ പോകുന്നത് റൂമിൽ പ്രശസ്തമായ ഐസ്ക്രീം കിട്ടുന്ന എനിക്ക് മറ്റേ വെറും 300 പൈസ, 300 പൈസ, 700 പൈസ. ഫ്ലേവർ എത്ര ഫ്ലേവർ വേണം? 4 ഫ്ലേവർ. 300 പൈസക്ക് 4 ഫ്ലേവർ, 700 പൈസക്ക് 6 ഫ്ലേവർ. എനിക്ക് കോണ് മതി. എനിക്കതെന്തോ ഇഷ്ടമായി ഇവിടുത്തെ. പണ്ട് ഒരു ഐസ്ക്രീം അല്ലേണോ? നല്ല ഐസ്ക്രീം ആണോ?
അല്ല സൂപ്പറാണോ? കഴിച്ചോ? സൂപ്പറാണോ? നവാസിന് ശക്തി മിക്കാറും പിടിച്ചിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരേ. അപ്പോൾ ശരി.